ഹലോ, അപ്പോൾ ഇന്നത്തെ കഥ വേറൊന്നുമില്ല. നമ്മൾ അസീൻ്റെ കല്യാണം അങ്ങ് എടുത്തെത്തി കേട്ടോ. അപ്പോൾ അവൾക്ക് കുറച്ച് സാധനം കൂടി വാങ്ങിക്കാനുണ്ട്. കൂടെ വരുമോ ചേച്ചി എന്ന് ചോദിച്ചു. ഒന്നും നോക്കില്ല, കൂടെ അങ്ങോട്ട് പോയാലേ എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്. അതെന്താ വെച്ചാൽ ഫുഡ് അതെന്തായാലും വാങ്ങി തരുമല്ലോ. പാത്തിന് നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോയിട്ടു. അസിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കണ്ടേ. പിന്നെ നേരെ ഞങ്ങൾ പർദ്ദ ഷോപ്പിൽ പോയി ഇരിക്കുന്ന പെണ്ണുങ്ങളെ നോക്കി എന്ത് സുന്ദരികളല്ലേ. നേരെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്തു അസിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഓർഡർ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല. പൈസ ഇല്ല കയ്യിൽ, മിണ്ടാണ്ടിരിക്കുന്നില്ല അതിനേക്കാളും നല്ലത്. ഇങ്ങനെ മറിച്ച് നോക്കുന്നുണ്ടല്ലേ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും ഞാൻ പുസ്തകങ്ങൾ പോലും ഇങ്ങനെ വായിച്ച് നോക്കിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് എൻ്റെ സാധനം അങ്ങടങ്ങി എത്തിയിട്ടുണ്ട് കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല, ഞാൻ ഷവർമയും ലൈമും കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട് കടകളൊക്കെ അടച്ചു പൂട്ടിയത് കൊണ്ട് ഷവർമ ഇപ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ അതിനോട് വല്ലാത്തൊരു പ്രണയമാണ്. കിട്ടാത്ത സാധനം ഇല്ല, കിട്ടുമ്പം ആർത്തിയാണ് ആർത്തി. എന്തായാലും അപ്പോഴാണ് സാധനം ആയി വന്നത്, ബില്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വായിക്കാൻ മാത്രമേ അറിയുള്ളൂ, പേ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് അസിക്ക് അങ്ങ് നീക്കി കൊടുത്തു കേട്ടോ. അസി അങ്ങ് പേ ചെയ്ത് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.